അതെ, ഇന്നും നമ്മുടെ ഇടിച്ചക്ക വെച്ചൊരു പുതിയ റെസിപ്പി ചെയ്യാണ്. എല്ലാവിടെയും ഇപ്പോൾ ചക്ക സീസണാണല്ലോ. ഇത് ഇവിടുത്തെ പ്ലാവിലെ ചക്ക. അപ്പോൾ ചക്ക വെച്ച് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു മസാല ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു ചക്ക കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടില്ല, ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ലാസ്റ്റ് നമ്മൾ കഴിച്ചപ്പോൾ വിചാരിച്ചു ഫുൾ എടുത്ത് ഉണ്ടാക്കായിരുന്നു എന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ചെറിയ പീസസായി കട്ട് ചെയ്ത് കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ് ഈ കാണുന്നത്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ്, നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിനായി മിക്സിയുടെ ജാറിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കുരുമുളക്, പിന്നെ പെരുംജീരകം, ലാസ്റ്റ് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 4-5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി അടുത്തതായിട്ട് 2 തക്കാളി ഒന്ന് അരച്ചെടുക്കണം, അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കിംഗ് തുടങ്ങാം. ഈ ഒരു റെസിപ്പി ഫുള്ളും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടായ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചക്ക ഉണ്ടല്ലോ, അത് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഓയിലൊക്കെ ഒന്ന് ചക്കയിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പാനിൽ നമ്മുടെ കടലമാവുണ്ടല്ലോ, അതൊരു 1-1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കൂടെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് നന്നായി അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടതിനെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചക്ക ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ 2 സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചതച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അതാണ്. അത് ഇട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച തക്കാളി അരച്ചതുണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി കടലമാവും കസൂരി മേത്തിയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കയൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ ഒരു കളറിൻ്റെ ഒരു കുറവ്. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ലാസ്റ്റ് പുതിനയിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ചക്ക മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നോൺ വെജ് കഴിച്ചൊരു ഫീൽ തന്നെ ആയിരുന്നു. കുട്ടികൾ വരെ ഇത് കഴിച്ചു എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ സിമ്പിളല്ലേ?